ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്നൊരു ബീഫിൻ്റെ റെസിപ്പിയാണ് ഇവിടെ കാണിക്കുന്നത്. നീളത്തിൽ മുറിച്ച് കഷണങ്ങളാക്കിയ ബീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ബീഫിലോട്ട് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റും ഒരു സവാളയുടെ പേസ്റ്റും ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 20 മിനിറ്റ് മാറ്റി വച്ചേക്കുക. ഈ മസാലയെല്ലാം ബീഫിലോട്ട് നന്നായി പിടിച്ച് ചേരുന്നതിന് വേണ്ടിയിട്ടാണ് 20 മിനിറ്റ് മാറ്റി വയ്ക്കുന്നത്. മാറ്റി വെച്ച ബീഫിലോട്ട് ഒരു ഹാഫ് നാരങ്ങയുടെ നീര് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് കോൺഫ്ലവറും ചേർത്ത് കൊടുക്കുക. അതായത് കോൺഫ്ലവർ 2 or 3 ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്താൽ മതിയാകും. നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ തന്നെ അടുപ്പിൽ ഒരു പാത്രം, കടായി, ഒരു 4 സ്പൂൺ എണ്ണയും ഒഴിച്ച് തിളപ്പിക്കാൻ വയ്ക്കുക. എൻ്റെ മുറ്റത്ത് തന്നെ നിന്ന കറിവേപ്പിലയാണ് കേട്ടോ അത്. ആ കറിവേപ്പിലയും ഒരു 3 or 4 പച്ചമുളകും ആ എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ ഇട്ട് വറുത്ത് കോരുക. പച്ചമുളകിൻ്റെയും കറിവേപ്പിലയുടെയും നിറം മാറുമ്പോൾ അത് മാറ്റി ഒരു പാത്രത്തിലോട്ട് വയ്ക്കുക. നല്ലൊരു മണമാണ് കേട്ടോ അപ്പോൾ ആ എണ്ണയ്ക്ക് ലഭിക്കുക. ആ മണം നമ്മുടെ ബീഫിന് ലഭിക്കുന്നതാണ്. ഇനി ബീഫ് ചേർക്കുക, നന്നായിട്ട് ഇളക്കുക, അടച്ചു വയ്ക്കുക. ഈ പച്ചമുളക്, കറിവേപ്പില നമുക്ക് ഗാർണിഷിന് ഉപയോഗിക്കാവുന്നതാണ്. കണ്ടോ ബീഫിൽ നിന്ന് അരപ്പൊക്കെ വിട്ട് വരുന്നത്. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 2 മിനിറ്റ് കൂടുമ്പോഴെങ്കിലും ഇളക്കി കൊടുക്കുക. കാരണം നമ്മൾ എണ്ണ കുറച്ചാണിത് ഫ്രൈ ആക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അടിയിൽ പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. കണ്ടോ ബീഫിൻ്റെ നിറം മാറി വരുന്നുണ്ട്. ബീഫിൻ്റെ നിറം നന്നായിട്ട് മാറി വരുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആ ബീഫ് പാകമായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ബീഫിൽ നിന്നുള്ള വെള്ളമെല്ലാം പോയി എണ്ണ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ ബീഫ് നന്നായിട്ട് ഡ്രൈ ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. ബീഫിൽ നിന്ന് നന്നായിട്ട് എണ്ണയൊക്കെ വിട്ട് വരുന്നുണ്ട്. കുറച്ച് നേരം കൂടി നമുക്ക് അടച്ച് സൂക്ഷിക്കാം. അതിനുശേഷം അടപ്പ് തുറന്ന് ബീഫ് നോക്കുക. ബീഫ് നന്നായിട്ട് പൊരിഞ്ഞു വന്നിട്ടുണ്ട്. കണ്ടോ ഞാൻ നീളം പീസായിട്ടാണ് മുറിച്ചിട്ടത്. ബീഫ് നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലോട്ട് മാറ്റാം. കണ്ടോ ഈ കടായി ആയതുകൊണ്ട് തന്നെ ആ എണ്ണ, നമ്മൾ ഒഴിച്ചത് എണ്ണ ഒരു 4 സ്പൂൺ ആണെങ്കിൽ ഒരു 2 സ്പൂൺ എണ്ണയെങ്കിലും അതിൽ ബാക്കി വന്നിരിക്കുന്നു. ഇനി നമുക്ക് മാറ്റി വെച്ച പച്ചമുളകും കറിവേപ്പിലയും ഉപയോഗിച്ച് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബീഫ് സോഫ്റ്റ് ഡ്രൈ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ ഇന്ന് ഉണ്ടാക്കിയത് എനിക്ക് വൈകുന്നേരം ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാനാണ് കേട്ടോ. ഈ റെസിപ്പി ട്രൈ ചെയ്ത്